എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യേശുവിന് എഴുതാൻ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് വായിക്കാൻ വേണ്ടി യേശു വ്യക്തിപരമായി ഒരു പുസ്തകമോ കത്തോ എഴുതാത്തത് എന്തുകൊണ്ടെന്ന്. ആദ്യകാല സഭ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ യേശു ഒരു കത്ത് എഴുതി എന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അബ്ഗർ രാജാവിന് യേശു വ്യക്തിപരമായി എഴുതിയ കത്തിനെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യേശുവും അബ്ഗർ രാജാവും തമ്മിലുള്ള ഈ കത്തുകൾ പ്രധാനമായും അറിയപ്പെടുന്നത് കൈസറിയയിലെ യൂസിബിയസ് കാരണമാണ്. അദ്ദേഹം തന്റെ ചരിത്ര ഗവേഷണം ചെയ്യുന്ന സമയത്ത് എഡസയിൽ നിന്നാണ് ഈ കത്ത് കണ്ടെത്തിയത്. 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഴുതിയ തന്റെ സഭാ ചരിത്രത്തിൽ യൂസേബിയസ് ഈ സംഭവകഥ അവതരിപ്പിച്ചു. ഇത് കത്തിന് പഴക്കവും അധികാരത്തിന്റെയും അന്തരീക്ഷം നൽകുന്നു. അബ്ഗർ ദി ബ്ലാക്ക് എന്നറിയപ്പെടുന്ന അബ്ഗർ രാജാവ് AD 9 ഇപ്പോൾ തെക്ക് കിഴക്കൻ തുർക്കിയിലുള്ള എഡസ എന്ന രാജ്യം ഭരിച്ചിരുന്നു. 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഡസ എന്ന് പറഞ്ഞ ഒരു പ്രധാന സാംസ്കാരിക വ്യാപാര കേന്ദ്രമായിരുന്നു. റോമൻ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല നാഗരികതകളുടെ ഒരു വഴിത്തിരിവായിരുന്നു അത്. പ്രാദേശിക കലകം ഉണ്ടായ സമയത്ത് എഡസയെ ഒരു പ്രധാന രാഷ്ട്രീയ സ്ഥാപനമാക്കി മാറ്റിയ അസർവിൻ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു ഈ അബ്ഗർ രാജാവ്. അബ്ഗറിന്റെ ഭരണം എന്നത് തന്ത്രപരമായ നയതന്ത്രത്തിനും വലിയ സാമ്രാജ്യങ്ങൾക്കിടയ്ക്കുള്ള അധികാര പോരാട്ടങ്ങളുടെ ഇടയ്ക്ക് നിന്നും മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കും പേരുകേട്ടതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കഴിവ് കാരണം മാത്രമല്ല, ആദിമ ക്രിസ്ത്യൻ ചരിത്രവുമായുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ ബന്ധത്തിന്റെ പേരിലും അദ്ദേഹം പലപ്പോഴും ഓർമ്മിക്കപ്പെടാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ സംഭവകഥയെ യേശുവിന്റെ ചരിത്രവുമായി ഇഴചേർക്കുന്നു. അബ്ഗർ രാജാവിന് വിട്ടുമാറാത്ത വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഈ രാജാവിന്റെ രോഗാവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാൽ അവിടുത്തെ അടുത്തുള്ള ഒരു വൈദ്യന്മാർക്കും സുഖപ്പെടുത്താൻ കഴിയില്ലാത്തതായിരുന്നു എന്നത് വ്യക്തമാണ്. ഇങ്ങനെ വളരെ വേദനയിൽ കഷ്ടപ്പെടുന്ന സമയത്താണ് അബ്ഗർ രാജാവ് യേശുവിനെ കുറിച്ച് അറിയുന്നത്. രോഗത്തെ സൗഖ്യമാക്കുന്നവൻ എന്ന നിലയിൽ യേശുവിന്റെ പ്രശസ്തി യഹൂദയിൽ മാത്രമല്ല, അതിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്കും വ്യാപിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത്. അബ്ഗർ രാജാവിന്റെ അടുത്തെത്തിയ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി രോഗശാന്തി നൽകുന്നു, അന്ധർക്ക് കാഴ്ച കിട്ടുന്നു, മുടന്തർ നടക്കുന്നു, രോഗികൾ അവരുടെ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെയായിരുന്നു. ഈ അറിവുകളെല്ലാം അബ്ഗർ രാജാവിന്റെ മനസ്സിൽ ഒരു പ്രത്യാശ ഉണ്ടാക്കി. അബ്ഗർ രാജാവ് വിചാരിച്ചു, ഈ പറഞ്ഞു കേട്ടതൊക്കെ സത്യമാണെങ്കിൽ യേശുവിന് എന്റെ ശാരീരിക രോഗത്തെ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ ആത്മീയത പോലും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. അബ്ഗർ അവന്റെ വേദനയിലും വളരെ പ്രത്യാശയോടെ യേശുവിനൊരു കത്തയച്ചു. പുരാതന ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിലെ സഭ ചരിത്രകാരനായ സിസേറിയയിലെ യൂസിബിയസിന്റെ എഴുത്തുകളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അബ്ഗർ രാജാവ് യേശുവിന് ഒരു കത്തെഴുതി. ധൈര്യത്തോടെ മറ്റാരും തന്നെ ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അത്. കത്തിൽ അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് ഇതെല്ലാം ഞാൻ കേട്ടപ്പോൾ നീ ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നീ ദൈവപുത്രനായിരിക്കണം എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് എഴുതുന്നത്. എന്റെ അടുക്കൽ വന്ന് എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. മാത്രമല്ല, ജൂതന്മാർ നിങ്ങളെക്കുറിച്ച് പിറുപിറുക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും ഞാൻ കേട്ടു. എനിക്ക് വളരെ ചെറുതും എന്നാൽ മാന്യമായ ഒരു നഗരമുണ്ട്. ഈ നഗരത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം രണ്ടുപേർക്കും ഈ നഗരം മതിയായതാണ്. ഈ രാജാവിന്റെ കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ അബ്ഗർ യേശുവിനോട് ആഴമായ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ ഒരു രോഗശാന്തിക്കാരനായി മാത്രമല്ല, മരുന്നുകളോ ഔഷധ സസ്യങ്ങളോ ഉപയോഗിക്കാതെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു രക്ഷകനായും അംഗീകരിച്ചു. യേശുവിന്റെ ദിവ്യശക്തിയിലുള്ള ആഴമായ വിശ്വാസത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തു കാണിക്കുന്നു. രാജാവ് പറഞ്ഞു, ഞാൻ യേശുവിനെക്കുറിച്ചും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടു. യേശു ദൈവത്തിന്റെ അടുത്ത് നിന്നാണ് വന്നത് എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതിനുശേഷം അബ്ഗർ യേശുവിനെ ക്ഷണിച്ചു. എഡസയിൽ ഉറപ്പായിട്ടും നിങ്ങൾ സുരക്ഷിതരാണെന്ന് വാഗ്ദാനം ചെയ്തു. യേശുവിന്റെ ശുശ്രൂഷയെ അടയാളപ്പെടുത്തിയ യഹൂദയിലെ വർദ്ധിച്ചു വരുന്ന ശത്രുക്കളിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ സ്ഥലം. അദ്ദേഹം യേശുവിനെ എഴുതി, ഇവിടത്തോളം വരുവാനും നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എന്റെ സ്ഥലത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു. രാജാവിന്റെ അഭ്യർത്ഥന വളരെ സിമ്പിളായിരുന്നു, എന്നാൽ ആഴമേറിയതായിരുന്നു. തന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ യേശുവിന്റെ സാന്നിധ്യം മാത്രം മതി എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്ത് തന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിച്ചു. ഈ അഭ്യർത്ഥന യേശുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ മാത്രമല്ല, ഈ ശക്തി ജൂതജനതയ്ക്കപ്പുറം ഒരു വിജാതീയ ഭരണാധികാരിയിലേക്ക് വ്യാപിക്കുമെന്ന പ്രതീക്ഷയും കാണിക്കുന്നു. അക്കാലത്തെ ഗതാഗതത്തിന്റെയും ആശയവിനിമയത്തിന്റെ അടിസ്ഥാന സ്വഭാവവും ഗണ്യമായ ദൂരവും കണക്കിലെടുക്കുമ്പോൾ എഡസയിൽ നിന്ന് യഹൂദയിലുള്ള യേശുവിന് ഈ സന്ദേശം എത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ലായിരുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അബ്ഗർ രാജാവ് ഈ പ്രധാനപ്പെട്ട കത്ത് രാജാവിന്റെ ദൂതനെ ഏൽപ്പിച്ചു. യേശുവിനെ കണ്ടുപിടിച്ച് നേരിട്ട് അദ്ദേഹത്തിന് ഈ കത്ത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ആ ദൂതന് കൊടുത്തു. എഡസയും യഹൂദയും തമ്മിലുള്ള ദൂരം മനസ്സിലാക്കി എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിച്ച് അവിടെ പോകുന്നതിന് മാത്രമല്ലായിരുന്നു ബുദ്ധിമുട്ട്. യേശു യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്നതായതുകൊണ്ട് യേശു എവിടെയായിരിക്കുമെന്ന് കണ്ടുപിടിക്കുന്നതും വളരെ വലിയ വെല്ലുവിളിയായിരുന്നു. ആത്മീയ സത്യത്തിനും രോഗശാന്തിക്കും വേണ്ടിയുള്ള ഭൗതികവും ആലങ്കാരികവുമായ ഒരു അന്വേഷണമാണ് ദൂതന്റെ യാത്രയിൽ ഉൾക്കൊള്ളുന്നത്.
സംഭവകഥ പറയുന്നതനുസരിച്ച് യേശുവിന്റെ അടുത്ത് എത്തിയപ്പോൾ ദൂതൻ യേശുവിന് കത്ത് കൈമാറി. അങ്ങനെ ദൂതന്റെ ദൗത്യം പൂർത്തിയായി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, യേശുവിന് കത്ത് കിട്ടിയ ശേഷം അത് എന്ത് ചെയ്തു? കത്ത് വായിച്ചിട്ട് അബ്ഗർ രാജാവിന് തിരിച്ച് എന്തെങ്കിലും കത്ത് അയച്ചോ? അങ്ങനെ കത്ത് അയച്ചെങ്കിൽ അതിനകത്ത് എന്താണ് എഴുതിയത് എന്നൊക്കെ. അബ്ഗർ രാജാവിന്റെ ഹൃദയംഗമായ അപേക്ഷയ്ക്ക് യേശു തിരിച്ചു കൊടുത്ത പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യൂസിബിയസ് സംരക്ഷിക്കുന്ന പാരമ്പര്യങ്ങളും മറ്റ് ആദ്യകാല ക്രിസ്ത്യൻ സ്രോതസ്സുകളും പറയുന്നതനുസരിച്ച് യേശു അബ്ഗർ രാജാവിന് മറുപടി നൽകി. രാജാവിനുള്ള കത്തിൽ യേശു എഴുതിയത് ഇങ്ങനെയാണ്: എന്നെ കാണാതെ തന്നെ എന്നിൽ വിശ്വസിച്ച നീ ഭാഗ്യവാൻ. കാരണം എന്നെ കണ്ടവർ എന്നെ വിശ്വസിക്കയില്ലെന്നും എന്നെ കാണാത്തവർ എന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമെന്നും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ നിങ്ങൾ എനിക്ക് എഴുതിയത് സംബന്ധിച്ച് എന്നെ എന്തിനാണ് ഇവിടെ അയച്ചിരിക്കുന്നത് അതിവിടെ നിറവേറ്റുകയും അത് നിറവേറ്റിയ ശേഷം എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുകയും വേണം. എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാനും നിങ്ങൾക്ക് ജീവൻ നൽകാനും ഞാൻ എന്റെ ശിഷ്യന്മാരിൽ ഒരാളെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ യേശു തന്റെ കത്തിൽ അബ്ഗറിന്റെ വിശ്വാസത്തെയും ഭൂമിയിലെ യേശുവിന്റെ ദൗത്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവിനെയും കുറിച്ച് പരാമർശിച്ചു. ഇങ്ങനെ ഒരു പ്രതികരണം തന്നെ വലിയ കൃപയാണ്. അബ്ഗറിന്റെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നതുമാണ്. ചരിത്രപരമായി ഈ കത്ത് യഹൂദ ജനങ്ങൾക്കപ്പുറം വിശാലമായ ഗ്രീക്ക് റോമൻ ലോകത്തേക്ക് പോലും വ്യാപിച്ച ക്രിസ്ത്യൻ സന്ദേശത്തിന്റെ ആദ്യകാല അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒരു ശിഷ്യനെ അയക്കുമെന്ന് വാഗ്ദത്തം കാണിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് യേശുവിന് അറിയാമായിരുന്നുവെന്നും തന്റെ പഠിപ്പിക്കലുകൾ ഭൂമിയുടെ അറ്റത്തോളം എത്തുമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നതുമാണ്. അപ്പോസ്തലിക പിന്തുടർച്ചയെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന വശമായ യേശുക്രിസ്തുവിന്റെ ദൗത്യം തുടരുന്നതിൽ അപ്പോസ്തലന്മാരുടെ പങ്കിനെ ഈ വാഗ്ദത്തം വ്യക്തമാക്കുന്നു. ഇനി യേശു അബ്ഗർ രാജാവിന് കത്ത് എഴുതിയ ശേഷം എന്താണ് സംഭവിച്ചത്? യൂസിബിയസ് വിവരിച്ചതും പിന്നീട് പല അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലുമുള്ള ചരിത്ര വിവരണങ്ങൾ അനുസരിച്ച് യേശു തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കത്തിൽ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി. തന്റെ 70 ശിഷ്യന്മാരിൽ ഒരാളായ തദ്ദയോവിനെ എഡസ എന്ന രാജ്യത്തിലേക്ക് അയച്ചു. എഡസയിൽ എത്തിയപ്പോൾ തദ്ദയു രാജാവായ അബ്ഗറിനെയും അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രജകളെയും സൗഖ്യമാക്കിയെന്ന് പറയുന്നു. ഇത് ആ രാജ്യം മൊത്തം ക്രിസ്തു മതത്തിലേക്ക് മാറുവാൻ കാരണമായി. ഈ കാര്യം യേശുവിന്റെ വാഗ്ദത്തത്തിന്റെ ശക്തിയും വ്യാപ്തിയും ഉറപ്പിക്കുക മാത്രമല്ല, ജൂതമത രാജ്യത്തിനും പുറത്തുള്ള ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു. കിഴക്കൻ പ്രദേശങ്ങളിൽ വിശ്വാസം വ്യാപിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി എഡസ എന്ന രാജ്യം മാറി. അത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെ സ്വാധീനിക്കുകയും ആദ്യകാല സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിന്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തു. ഈ സംഭവകഥയുടെ പിൽക്കാല വിശദീകരണങ്ങൾ അനുസരിച്ച് തദ്ദയു യേശുവിന്റെ കത്ത് എഡസയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ മുഖം പതിഞ്ഞ ഒരു തുണിയും അദ്ദേഹം കൊണ്ടുവന്നു. അത് യേശുവിന്റെ നനഞ്ഞ മുഖത്ത് ഒരു തുവാല അമർത്തിയപ്പോൾ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു. എഡസയുടെ വിശുദ്ധ മുഖം എന്നറിയപ്പെടുന്ന ഈ ചിത്രം ഒരു ആദരണീയ ചിഹ്നമായി മാറി. വളരെ ആദരവോടെ അതിന് സൂക്ഷിച്ചു. രാജാവായ അബ്ഗറും യേശുവും തമ്മിലുള്ള ഈ കൈമാറ്റം വിശ്വാസം, ദൈവിക ദൗത്യം, യേശുവിന്റെ സന്ദേശത്തിന്റെ സാർവത്രിക വ്യാപ്തി എന്നീ കാര്യങ്ങളെ എടുത്തു കാണിക്കുന്നു. യഹൂദയുടെ വംശീയവും ശാസ്ത്രപരമായ പരിധികൾക്കപ്പുറം എല്ലാ മനുഷ്യരാശിക്കും യേശുവിലൂടെയുള്ള രക്ഷ ലഭ്യമാണെന്ന വിശ്വാസത്തെ ഇത് ഊന്നി പറയുന്നു. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഈ കത്തിന്റെ ആധികാരികതയെക്കുറിച്ച് നോക്കാം. തുർക്കിയിലെ ഒരു രാജാവിന് യേശു കത്തെഴുതി എന്നതിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ശരിയാണോ? നാം നേരത്തെ കണ്ടതുപോലെ തന്നെ യേശുവും അബ്ഗർ രാജാവും തമ്മിലുള്ള കത്ത് കൈസരിയയിലെ യൂസിബിയസ് വഴിയാണ് പുറംലോകം അറിഞ്ഞത്. അദ്ദേഹം ഗവേഷണം ചെയ്യുന്ന സമയത്ത് എഡസയിൽ നിന്നാണ് അത് കണ്ടെത്തിയത്. എന്നിരുന്നാലും ഈ കത്തിന്റെ ആധികാരികത പണ്ഡിതന്മാർക്കും ദൈവശാസ്ത്രജ്ഞർക്കും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഒന്നാമതായി യൂസിബിയസ് പകർത്തിയെഴുതിയ ഈ കത്തല്ലാതെ യഥാർത്ഥ കത്തിന്റെ ഒരു പകർപ്പും തന്നെ ഇല്ല. ഈ കത്തിൽ എഴുതിയിരിക്കുന്ന ശൈലിയും അതിന്റെ ഉള്ളടക്കവും യേശുവിന്റെ കാലത്തെ യഹൂദ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ചിലർ സംശയം ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും യഥാർത്ഥ കത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കത്തേ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. രണ്ടാമതായി, അരാമിക് ഭാഷ പ്രാബല്യത്തിലിരുന്ന ഒരു പ്രദേശത്തേക്ക് എഴുതാൻ ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുന്നത് അവയുടെ ഉത്ഭവത്തെയും കത്തിന്റെ ആധികാരികതയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ പലരും അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് അരാമിക് സംസാരിക്കുന്ന പലരും ഗ്രീക്കിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തു. അത് അക്കാലത്തൊരു പ്രധാന ഭാഷയായിരുന്നു. യേശുവും അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. മാത്രമല്ല, ഒരേ ഭാഷ സംസാരിക്കാത്ത 2 വ്യത്യസ്ത രാജ്യങ്ങളിലെ 2 ആളുകൾ തമ്മിലുള്ള ഇടപാടുകളായിരുന്നു ആ കത്ത്. അപ്പോ കത്ത് രണ്ടുപേർക്കും മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണമെന്നത് വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ കത്തിന്റെ മറുപടിയായി യേശു തന്റെ ഉദ്ദേശം രാജാവിന്റെ ദൂതന് പറഞ്ഞു കൊടുക്കുകയും അവൻ അത് എഴുതി കാണാനും സാധ്യതയുണ്ട്. എന്തായാലും യേശുവും അബ്ഗർ രാജാവും തമ്മിലുള്ള ഒരു കത്തിടപാടുണ്ടായിരുന്നു. അത് പിന്നീട് രാജാവിന്റെ അത്ഭുതകരമായ സൗഖ്യത്തിലേക്കും അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബവും ക്രിസ്തുമതത്തിലേക്ക് മാറുവാനും കാരണമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ യേശു ബൈബിളിന്റെ ഒരു ഭാഗവും എന്തുകൊണ്ട് എഴുതിയില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അതിനെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.